ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തുരാൻസ്. നമ്മളിന്ന് കാണുന്നത് ഹക്കോബയിലുള്ള റണ്ണിങ് ഫാബ്രിക്. നമ്മൾ ഹക്കോബയുടെ തന്നെ പ്ലെയിൻ ഫാബ്രിക് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് ഹക്കോബയിൽ തന്നെ മാർബിൾ ഡിസൈനോട് കൂടെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്നതാണ് ഇങ്ങനെയൊരു ഡിസൈനും പാറ്റേണും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 229 rupees പെർ മീറ്ററിലാണ്. 44 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്കിനി വരുന്ന ഈ സീസണൊക്കെ ഓണം സീസണൊക്കെ സ്കേർട്ടോ അല്ലെങ്കിൽ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ വർക്ക് പോകുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നതൊരു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മാർബിൾ ഡിസൈനാണ്, അതായത് പ്രിൻ്റ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് കളർ പോകുന്നത് ഇതിനകത്ത് ഡാർക്ക് ഒരു പിസ്ത ഗ്രീൻ കളറിലേക്കാണ് ആ ഒരു ഡിസൈൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ടോണിലാണ് ബേസ് കളർ പോകുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഹക്കോബ പാറ്റേൺ എന്നുള്ളത് ഫുട്ബോൾ ഡിസൈൻ ആണ് കേട്ടോ. എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതേ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹക്കോബ ഫാബ്രിക്കാണ്. 229 rupees ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ലൈനിങ് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നല്ല ഭംഗിയുള്ള കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലത്തെ ഫാബ്രിക് വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ടോപ്പ് ചെയ്തതായിട്ട് നമുക്ക് കാണാനുണ്ട്. റെഡിമെയ്ഡ് ടോപ്പുകളൊക്കെ അവൈലബിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെയൊക്കെ നമ്മുടെ ഐഡിയ പോലെ നല്ല ഭംഗിയുള്ള ടോപ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പാറ്റേണിൽ തന്നെ 3 കളറും കൂടെ അവൈലബിളാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് കളറിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് ഉദിച്ച് നിൽക്കുന്ന ഓറഞ്ചൊന്നും അല്ല, നല്ല സോബറായിട്ട് നമുക്ക് തോന്നുന്ന പോലത്തെ ഉള്ളൊരു കളറിലേക്കാണ് കേട്ടോ. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. 229 rupees പെർ മീറ്റർ ആണ് കേട്ടോ. 44 ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ വിഡ്ത്ത്. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ്. ഏത് കളറാണ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡൗട്ട് വരുന്ന പോലത്തെ ഒരു കളറിലാണിത് വന്നിരിക്കുന്നത്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത് കേട്ടോ. ലാസ്റ്റ് വൺ പിങ്ക് കളറിലേക്കാണ് പോകുന്നത്. പിങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് നന്നായിട്ട് ഉദിച്ച് നിൽക്കുന്ന ഒരു പിങ്കാണ്. ഇപ്പോൾ ഈ റാണി പിങ്ക് എന്നൊക്കെ പറയുന്ന ആ കളറിന് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളറിലേക്കാണിത് പോയിട്ടുള്ളത്. ഇത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. നമ്മൾ ഇന്ന് കണ്ടത് ഹക്കോബയിലുള്ള റണ്ണിങ് ഫാബ്രിക്, അതും ഒരു മാർബിൾ ഡിസൈൻ പോലത്തെ ഒരു പ്രിൻ്റോട് കൂടിയാണ്. ഈ പ്രിൻ്റ് എല്ലാം ഡിജിറ്റൽ പ്രിൻ്റിലാണിത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 229 rupees പെർ മീറ്ററിൽ 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്യണേ. നമ്മൾ കാണിക്കുന്ന ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ ഷോപ്പിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. ഒരു കാര്യം കൂടെ പറയാം, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ വീഡിയോഗ്രാഫിയിലൊരു 10% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. നമ്മളിതിൻ്റെ ഒറിജിനൽ കളർ എടുക്കാനൊക്കെ ആയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എങ്കിലും ചിലരുടെ ഡിവൈസിലെ സെറ്റിങ്സിൻ്റെയോ അങ്ങനെയൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ അതൊന്ന് മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.